നമസ്കാരം. പബ്ലിക് ഒപ്പീനിയനിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ളത് കോഴിക്കോട് സ്വദേശിയായ ശരണാണ്. ശരൺ ഇവിടെ വന്നിരിക്കുന്നത് ജനങ്ങൾക്ക് മുന്നിൽ ശരൺ നേരിട്ട ഒരു അനീതിയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സർക്കാർ ചിട്ടി സ്ഥാപനമായ KSFEയുമായി ബന്ധപ്പെട്ടാണത്. പറയൂ ശരൺ, എന്താണ് സംഭവിച്ചത്? എൻ്റെ പേര് ശരൺ എന്നാണ്. കോഴിക്കോട് ജില്ലയിൽ പയ്യോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനൊരു മറൈനറാണ്. അപ്പം 5 ചിട്ടിയാണ് എനിക്ക് ടോട്ടൽ. അതിൽ 3 ചിട്ടി എൻ്റെ സ്വദേശമായ പയ്യോളിയിലും ബാക്കി 2 കോഴിക്കോടുമാണ്. ഏകദേശം 2.5 കൊല്ലം ആയി എനിക്ക് ഇത്രയും ചിട്ടി, 5 കൊല്ലമായിട്ട് ഈ 5 ചിട്ടിയും. ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് വരുന്നത് ഏകദേശം 80,000 രൂപയുടെ അടുത്താണ്. അപ്പോൾ ഈ 5 ചിട്ടി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 ചിട്ടി എൻ്റെ നാട്ടിൽ കൂടിക്കഴിഞ്ഞപ്പം വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ കോഴിക്കോടുള്ള ചിട്ടിയിൽ ചേർന്നത്. നാട്ടിലെന്ന് പറയുമ്പോൾ ഏത് ബ്രാഞ്ച്? എൻ്റെ പയ്യോളി ബ്രാഞ്ചിൽ. കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നീട് എനിക്ക് വേണ്ടത് കുറച്ച് ഡ്യൂറേഷൻ കൂടിയ ചിട്ടി ആയതുകൊണ്ട് ആ ഒരു സ്കീം പയ്യോളിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അത്രയും ദൂരെ പോയിട്ട് ചേർന്നത്. അപ്പം കോഴിക്കോട് മാവൂർ ബ്രാഞ്ചിലാണ് ഞാൻ വീണ്ടും 2 ചിട്ടിയുടെ ചേരുന്നത്. 20 ലക്ഷം രൂപയുടെ 2 ചിട്ടി. ഇത്രയും വലിയ എമൗണ്ട്. അപ്പൊ ഇതിന്റെ 5 ചിട്ടിയിലും കൂടെ വരുന്നത് ഒരു മാസം 80,000 രൂപയുടെ അടുത്താണ്. അതെ, ഒരു മാസത്തെ അടവ്. ഇതുവരെ ഒരു ചിട്ടിയുടെ ക്യാഷും മുടക്കം വന്നിട്ടില്ല. എന്റെ പേരിൽ തന്നെയായിരുന്നു ചിട്ടി. അപ്പൊ ഞാൻ വിദേശത്തായതുകൊണ്ട് ക്യാഷ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉള്ളത് കാരണം ഇൻ ബിറ്റ്വീനിൽ ഞാൻ അതെന്റെ അച്ഛന്റെ പേരിലോട്ടാക്കി. പക്ഷെ അതെന്റെ അച്ഛന്റെ പേരിലാണെങ്കിൽ കൂടി അവിടെ പേയ്മെന്റ് ചെയ്യുന്നതും പിന്നെ മാനേജേഴ്സായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഞാനുമായിട്ട് തന്നെയാണ്. അതെന്റെ അച്ഛന്റെ പേരിൽ മാറ്റിയെന്നേ ഉള്ളൂ. 4 ചിട്ടിയും കുഴപ്പമൊന്നുമില്ലാതെ വിളിച്ചെടുത്തു, ഓക്കെയാണ്. 5ാമത്തെ ചിട്ടി കിട്ടുന്നത് 2024 ഓഗസ്റ്റ് 15-നാണ് ഡേറ്റ് എങ്കിലും ഓഗസ്റ്റ് 15-ന് ലീവ് ആയതുകൊണ്ട് 16-ാം തീയതിയാണ് പ്രോക്സി വഴി നമുക്ക് 20 ലക്ഷം രൂപയുടെ ചിട്ടി 13 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നത്. ആ സെയിം ഡേ ആണ് ഞാൻ നാട്ടിലെത്തുന്നത്, ലീവിന് വരുന്നത്. അപ്പം ഞാൻ എത്തി ഓഗസ്റ്റ് എൻഡിൽ ഞാൻ ബ്രാഞ്ചിൽ പോയി. കോഴിക്കോട് മാവൂർ ബ്രാഞ്ചിൽ മാനേജർ ഗ്ലാഡിസ് എന്ന സ്ത്രീ മാനേജർ ആയിരിക്കുന്ന ബ്രാഞ്ചിൽ പോയി ഞാൻ അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു, മേഡം 13 ലക്ഷം രൂപ നമുക്ക് അടിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു, മെസ്സേജ് വന്നു, ക്യാഷ് വേണ്ട, നമുക്ക് FD ഇടാന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഓക്കെ FD ഇടാം, പക്ഷെ അതിന് ഞങ്ങൾ തരുന്ന ഫോമിൽ ശരണിന്റെ അച്ഛൻ ഒപ്പ് ചെയ്യണം FD ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു ഓക്കെ, പക്ഷെ FD ഇട്ട് കഴിഞ്ഞാൽ ആ ഇൻട്രസ്റ്റ്, അതായത് 13 ലക്ഷം FD ഇട്ട് കഴിഞ്ഞാൽ ഇവർക്കൊരു GST എമൗണ്ട് ഉണ്ട് 18,000 രൂപ. അത് കഴിച്ച് 12,88 അത്രയും എമൗണ്ട് നമുക്ക് FD ആയിട്ട് അവിടെ ഉണ്ടാകും. അതിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മാസം ഏകദേശം 9,200 പ്ലസ് വരും. എക്രേറ്റ് അല്ല, 9,200 പ്ലസ് ആണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, മേഡം അതെനിക്ക് കയ്യിൽ വേണ്ട, നിങ്ങൾ സുഗമയിലേക്ക് മാറ്റണ്ട, ആ എമൗണ്ട് വരവ് വെച്ചാൽ മതി, ഓരോ മാസത്തെ അടവിലേക്ക് വരവ് വെച്ചാൽ മതി. അപ്പം 15,500 നമ്മുടെ ഒരു മാസത്തെ അടവ് വരുന്നത് ആ ചിട്ടിയുടെ. അപ്പൊ 9,200 കഴിച്ചിട്ട് ബാക്കി 6 സംതിങ് മാത്രം അടച്ചാൽ മതി. അപ്പം അതായത് മെച്ചുവേർഡ് ആയ ചിട്ടിയുടെ പേയ്മെന്റ് എടുത്ത് FD ഇട്ടിട്ട് അതിന്റെ പലിശ കൊണ്ട് വേറൊരു നിലവിലുള്ള ചിട്ടി അടച്ചു പോകാം നമുക്ക്. അങ്ങനെയാണ്. അപ്പം ഞാൻ ഇതുപോലെ സ്ത്രീ തന്ന ഫോമും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് വീട്ടിൽ പോയി എന്റെ അച്ഛന്റെ സൈനും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ സെപ്റ്റംബർ 2-ന് ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മേഡം വേറെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഉണ്ടോ? പുള്ളിക്ക് പറഞ്ഞു വേറെ ഒന്നുമില്ല, ഒക്ടോബർ 15 മുതൽ ശരൺ ഇൻട്രസ്റ്റ് കിട്ടി തുടങ്ങും. അതായത് പലിശ അടവിലേക്ക് വരവ് വെക്കും, ബാക്കി 6,000 രൂപ ശരണ് കയ്യിൽ നിന്ന് എടുത്ത് അടച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇൻട്രസ്റ്റ് കിട്ടേണ്ടത് ഓഗസ്റ്റ് 16-ന് കിട്ടിയ ചിട്ടി, അത് സെപ്റ്റംബർ 16-ന് കിട്ടില്ല ഇൻട്രസ്റ്റ്, ഒക്ടോബർ 16-ന് കിട്ടുള്ളൂ. അങ്ങനെയാണ് KSFEയുടെ റൂൾ. കുഴപ്പമൊന്നുമില്ല, അത് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ആദ്യം കിട്ടേണ്ട ഇൻട്രസ്റ്റ് 2024 ഒക്ടോബർ 15-നാണ് ആദ്യത്തെ ഇൻട്രസ്റ്റ് കിട്ടേണ്ടത്. ഈ പറഞ്ഞ എമൗണ്ട് 9,200 പ്ലസ് എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ ഇവിടെ സ്ഥലത്തിന്റെ അടുത്തില്ല, അന്ന് കൊച്ചിയിലായിരുന്നു. അപ്പൊ കിട്ടിയില്ല എന്ന് കണ്ടപ്പം അതിന്റെ കൂടെ തന്നെ അത് 1ാമത്തെ കംപ്ലൈന്റ്. ആദ്യത്തെ ഒരു മാസം ക്രെഡിറ്റ് ആയില്ല, പലിശ വന്നില്ല എന്നുള്ളത് 1ാമത്തെ കംപ്ലൈന്റ്. 2ാമത്തെ കംപ്ലൈന്റ് ഈ ഓഗസ്റ്റ് 15-ാം തീയതിയാണ് നമ്മുടെ അടവ് വരുന്നത്. എല്ലാ മാസവും 13, 15, 17 ഇങ്ങനെയാണ് നമ്മുടെ ചിട്ടിയുടെ അടവ് വരുന്നത്. അപ്പൊ ഞാൻ ഈ ചിട്ടിയുടെ ഏകദേശം ഒരു 3 ദിവസം മുമ്പ് നമ്മുടെ ഈ പറഞ്ഞ ഫുള്ളി എമൗണ്ട് 80,000 രൂപയോളം ഞാൻ ബ്രാഞ്ചിൽ കൊണ്ടുപോയി, പയ്യോളി ബ്രാഞ്ചിൽ കൊണ്ടുപോയപ്പോഴാണ് അറിയുന്നത് ഒരു 15,500 കുറവ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ, അത് നിങ്ങളുടെ FDന്ന് ക്യാഷ് എടുത്തിട്ടുണ്ടെന്ന്. ആരെടുത്തു? ഈ കാലിക്കറ്റ് മാവൂർ ബ്രാഞ്ചിലെ മാനേജർ എന്റെ FDന്ന് ഞാൻ 2 കൊല്ലത്തേക്ക് ഇട്ടതാണ്. മെച്യൂർ ഡേറ്റ് ആണ് 2 കൊല്ലം, 2 കൊല്ലത്തേക്ക് ഇട്ട എമൗണ്ട് ആണ്. ഞാൻ പറഞ്ഞിട്ടില്ല, എന്റെ അനുവാദമില്ല, എന്റെ പെർമിഷൻ ഇല്ല, അല്ലെങ്കിൽ എന്റെ അച്ഛൻ പോലും അനുവാദം കൊടുത്തിട്ടില്ല. അതെ, ഇവര് ഒരു മാസത്തെ അടവ് 15,500 എപ്പോഴാണ് എടുത്തതെന്ന് അറിയോ? ഞാൻ ചോദിച്ചു എപ്പോഴാണ് എടുത്തതെന്ന്. അപ്പം പറയുന്നത് സെപ്റ്റംബർ 25-ന്, അതായത് ഒക്ടോബർ 15-നാണ് അവർക്ക് കിട്ടേണ്ടത് ഡേറ്റ്. അത് അവർ എടുത്തിരിക്കുന്നത് ഏകദേശം 20 ദിവസം മുമ്പാണ്. സെപ്റ്റംബർ 25-നാണ് എടുത്തിരിക്കുന്നത്. അതാണ് 2ാമത്തെ കംപ്ലൈന്റ്. എന്റെ പെർമിഷൻ ഇല്ലാതെ ക്യാഷ് എടുത്തു. അപ്പം ഇത് രണ്ടും ചോദിക്കാൻ വേണ്ടിയിട്ട് ഒക്ടോബർ 19-ാം തീയതി ഞാൻ ഈ ബ്രാഞ്ചിൽ ഞാൻ പോയി. ഞാൻ തന്നെയാണ് പോയത്. ഞാൻ വെച്ചാൽ മേഡം 2 കംപ്ലൈന്റ് ആണ് എനിക്കുള്ളത്. ആദ്യത്തെ കംപ്ലൈന്റ്, എനിക്കൊരു മാസം ഇൻട്രസ്റ്റ് ഒന്നുമില്ല, അതെവിടെ പോയി എന്ന് വെച്ചു. അത് ശരൺ നമുക്ക് ജാമ്യം വെക്കണം. ഞാൻ പറഞ്ഞു ജാമ്യം വെക്കണം എന്നുള്ളത് ഓക്കെ, നിങ്ങളുടെ റൂളാണ്. ഞാൻ ഏകദേശം 4 പ്രാവശ്യം ഇവിടെ കയറി ഇറങ്ങി. ഞാൻ നിങ്ങളോട് ചോദിച്ചു എന്തെങ്കിലും വേണോ, നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഒന്നും വേണ്ട, ഒക്ടോബർ 15-ന് ഫസ്റ്റ് ഇൻട്രസ്റ്റ് കിട്ടും എന്ന് നിങ്ങൾ പറഞ്ഞതാണ് എന്നോട്.
അത് ശരൺ ഓക്കെ, ഞാൻ സമ്മതിച്ചു, ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അത് ജാമ്യം, ഞാൻ പറഞ്ഞു ജാമ്യം വേണമെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. നിങ്ങൾ ജാമ്യമാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ജാമ്യം വേണ്ടത്? ഒന്ന് ഗവൺമെന്റ് ജോലിക്കാരൻ, അല്ലെങ്കിൽ ഗോൾഡ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി, ഇതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇത് മൂന്നും എന്റെ അടുത്തുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? നിങ്ങൾ പറയണമായിരുന്നു ജാമ്യം വേണമെന്ന്. രണ്ടാമത്തെ കംപ്ലൈന്റ്, എന്റെ FD ന്ന് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് കാശ് എടുത്തത്? അത് ശരൺ ഇവിടെ ആരൊക്കെയോ പറയുന്നത് കേട്ടു, ശരൺ എങ്ങാനും അടച്ചില്ലെങ്കിലോ എന്ന്. ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണ് ഇത് മാഡം. ഞാൻ അനാവശ്യ അലിഗേഷനും കൂടിയാണ് അതല്ലേ? അതെ, ഞാൻ ഇവിടെ 2.5 കൊല്ലമായി ഒരു ചിട്ടിയുടെ അടവ് പോലും മുടങ്ങിയിട്ടില്ല. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാണ് ഇപ്പോഴും. എന്റെ ഏതെങ്കിലും ഒരു ചിട്ടി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരണം. ഇൻ കേസ് മുടങ്ങിയാൽ പോലും എന്റെ FD ന്ന് ആരുടെ FD ന്നും കാശ് എടുക്കാനുള്ള റൈറ്റ് അവർക്കില്ല, അനുവാദമില്ലാതെ എടുക്കാൻ പാടില്ല. അപ്പൊ എന്നോട് പറയാണ് നിങ്ങളുടെ ഡിവിഡൻഡ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ മുൻകൂട്ടി എടുത്തതാണെന്ന്. എന്തൊരു കരുതലാണല്ലേ. 20 ദിവസം മുമ്പ്. ഭയങ്കര കെയറിംഗ് ആണ് മാഡത്തിന്. അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മാഡം ഓക്കെ അതിനുള്ള റിപ്ലൈ എനിക്ക് കിട്ടി, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, എന്നാൽ നിങ്ങൾ എനിക്ക് തന്നു. രണ്ടാമത്തെ കംപ്ലൈന്റ്, എന്റെ FDയുടെ ഇൻട്രസ്റ്റ് എവിടെ? അപ്പൊ പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യം എന്താ അറിയോ, ബാബുവിന്റെ പേരിലായത് കൊണ്ട് തന്നെയാണ് എന്റെ അച്ഛൻ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം? ബാബുവിന്റെ പേരിലായത് കൊണ്ട് തന്നെ മാഡം പറയണമെങ്കിൽ അതെ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ മാഡം? അത് എന്റെ അച്ഛനും ഈ പറയുന്ന മാഡം ആയിട്ട് ചെറിയൊരു ആർഗ്യുമെന്റ്സ് ഉണ്ടായിരുന്നു, ഏകദേശം ചിട്ടി കിട്ടുന്നതിന്റെ ഒരു ഫ്യൂ മന്ത്സ് മുമ്പ്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പം മുൻവൈരാഗ്യത്തിന്റെ പേരില് നിങ്ങൾ മാനേജർ എന്ന നിങ്ങളുടെ സ്ഥാനം ദുരുപയോഗം ചെയ്തല്ലേ? വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ തീർച്ചയായും. അപ്പൊ എന്നോട് പറയാണ് അല്ല അത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു പിന്നെ എങ്ങനെയാണ്? അപ്പൊ ഞാൻ പറഞ്ഞു മാഡം ഇതൊക്കെ കഴിഞ്ഞതാണ്, ഞാനന്ന് UK ലായിരുന്നു, എനിക്കറിയാം. കാരണം മാഡം എന്താ പറഞ്ഞു, എന്റെ അച്ഛനും എന്താ പറഞ്ഞു സാധാരണയാണ്. അപ്പം ഇതിന്റെ പേരിലാണ് എനിക്ക് ഈ നഷ്ടം ഇത്രയും വരുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു മാഡം അതൊക്കെ കഴിഞ്ഞു, ഞാൻ തന്നെ മാഡത്തിനെ വിളിച്ച് സോറി പറഞ്ഞതാണ് അതിന്റെ പേരിൽ. മാഡം പറഞ്ഞില്ല, എന്റെ അച്ഛൻ മാത്രമല്ല മാഡം പറഞ്ഞു. എന്നിട്ട് ഞാൻ മാഡത്തിനെ വിളിച്ച് സോറി പറഞ്ഞു. ഓക്കെ ശരൺ, അത് ശരണിന് കഴിഞ്ഞിട്ടുണ്ടാകും, എനിക്കത് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, അതെന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെന്ന്. നോക്കൂ മാം, ഞാൻ ഈ പറയുന്ന ഓരോ പോയിന്റിനും എന്റെ അടുത്ത് വ്യക്തമായ തെളിവുണ്ട്, എവിഡൻസ് ഉണ്ട്. അതും ഡിജിറ്റൽ എവിഡൻസ് ആണ്. എന്റെ KSFEയുടെ എന്താ പറയാ എല്ലാ ബ്രാഞ്ചിലും ഞാൻ പറയില്ല, ചില ബ്രാഞ്ചിൽ ഇതുപോലുള്ള ടോക്സിക് ആയിട്ടുള്ള ചില മാനേജേഴ്സ് ഉണ്ട്. അവർ തന്നെയാണ് KSFEയുടെ എന്താ പറയാ കുഴി തോണ്ടുന്ന ആൾക്കാരും. അപ്പം ഞാൻ അതിന്റെ മുഴുവൻ എവിഡൻസും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്, അത് മൊത്തം നിങ്ങൾ ഇതിൽ കാണിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇഷ്യൂ എനിക്ക് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഈ മാവൂർ ബ്രാഞ്ചിൽ ഇതേ മാനേജറായിരിക്കുന്ന ഇതേ ബ്രാഞ്ചിൽ ഒരു KSRTC ജീവനക്കാരനും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പുള്ളിയും ഇതുപോലെ കേസുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പം ഈ മാനേജർ കുടുംബം എന്നായി കഴിഞ്ഞപ്പം പോക്കറ്റിൽ നിന്ന് കാശ്, അതായത് സാലറിയിൽ നിന്ന് കാശ് എടുത്തിട്ടാണ് ഇത് ഒതുക്കി തീർത്തത്. അതിനുള്ള പ്രൂഫും ഞാൻ തരാം. അപ്പം 2 പേരാണ് ഇപ്പൊ ഇവിടെ ഇരയായിരിക്കുന്നത്. ഇത് എനിക്കറിയാവുന്ന 2 പേര്. ഇവർ സ്വന്തമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക, പ്രശ്നമായി കഴിയുമ്പോൾ ഇവർ ഒതുക്കുക. ഇതാണ് ഇവരുടെ പരിപാടി. മാനേജറുടെ പേരെന്താണ്? ഗ്ലാഡിസ് മാഡം. മാഡം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഗ്ലാഡിസ് ആണ്. അപ്പൊ എന്റെ ഒരു പാസ്ബുക്കും അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, വേറെ ഒരു ചിട്ടിക്ക് വേണ്ടി ജാമ്യം വെച്ചതാണ്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു കിട്ടുന്നത് പോലെ നീ വാങ്ങിച്ചോ എന്നാണ് പറഞ്ഞത് എന്നോട്. ഞങ്ങളായിട്ട് തരില്ല, നീ കിട്ടുന്നത് പോലെ വാങ്ങിച്ചോ, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ഒന്ന് 5 ചിട്ടിയാണ് എനിക്കുള്ളത്. 80,000 രൂപ ഒരു മാസം അടവ് വരുന്നത്. എന്റെ അവസ്ഥ ഇതാണെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്ന ഏറ്റവും ചെറിയ എമൗണ്ട് ഉള്ള ഒരു സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാനൊരു സാധാരണക്കാരനെന്ന് ഞാൻ പറയില്ല, ഞാനൊരു സാധാരണക്കാരനല്ല. 5 ചിട്ടിയും 80,000 രൂപ ഒരു മാസം അടക്കുന്ന ഞാനൊരു സാധാരണക്കാരനല്ല. എനിക്കിപ്പോൾ വർക്ക് ഫ്രം ഹോം ആണ്. ഇതിന്റെ പിന്നാലെ ഞാൻ പോകുക ചെയ്യും. ഞാൻ ഇവരെ വീഴ്ത്തും, ഒന്നുകിൽ ഞാൻ വീഴും അല്ലെങ്കിൽ ഞാൻ ഇവരെ വീഴ്ത്തും. എനിക്ക് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ടും എനിക്ക് ഇതിനുള്ള സമയം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ പിന്നാലെ നടക്കുന്നത്. ഒരു സാധാരണക്കാരനാണെങ്കിൽ നടക്കില്ല. അവൻ ഒരു ദിവസം ജോലി ഒഴിവാക്കി ഇതിന് പിന്നാലെ പോകുമ്പോൾ അവന്റെ ഒരു കൂലിയാണ് നഷ്ടപ്പെടുന്നത്. ഇതിന് പിന്നാലെ എത്ര പ്രാവശ്യം നടക്കവൻ? ഇപ്പൊ ഞാൻ ലീവിന് വന്ന് പോയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിന് പിന്നാലെ അതാണ് ഇവരുടെ ധൈര്യം. അതെ. അപ്പം ഇത് കൂടുതൽ പ്രശ്നമാവുന്ന കാണുമ്പോൾ ഇവർ വേഗം ഒതുക്കി തീർക്കും. ഇവരുടെ ഈ KSFE ഇപ്പൊ നമുക്ക് ബ്രാഞ്ച് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ നമ്മൾ നോർമലി ബാങ്കിലൊക്കെ പരാതിപ്പെടുന്നത് പോലത്തുള്ള ഹയർ ഓഫീസേഴ്സ് ഒന്നുമില്ലേ, ROയോ അങ്ങനെ എന്തെങ്കിലും, അവിടെ എന്തെങ്കിലും പരാതിയായിട്ട്? അവിടെ കോഴിക്കോട് ഞാൻ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്തത്. ഒക്ടോബർ 19 വരെ എനിക്ക് എന്റെ ക്യാഷ് ഒന്നും റീഫണ്ട് ആയിട്ടില്ല. ഒക്ടോബർ 19 ഞാൻ നമ്മുടെ കോഴിക്കോട് RO റീജിയണൽ ഓഫീസിൽ പോയി അവിടുത്തെ അസിസ്റ്റന്റ് മാനേജറിന്റെ കൂടെ സംസാരിച്ച വോയിസ് ക്ലിപ്പും എന്റെ അടുത്തുണ്ട്. എന്താണ് അവിടെ നിന്ന് കിട്ടിയത്? ഞാൻ അവിടെ റിട്ടേൺ ലെറ്റർ എഴുതി കൊടുത്തു, ഇതൊക്കെയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചനുള്ളിൽ ഇതൊക്കെ ഞങ്ങൾ സോൾവ് ചെയ്ത് തരാമെന്ന് പുള്ളി എനിക്ക് വാക്ക് തന്നതാണ്. അപ്പൊ 5 ചിട്ടിയുള്ള കസ്റ്റമറാണ്, ഞങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ആളാണെന്നൊക്കെ പറഞ്ഞു. എന്താണ് ROന്റെ പേരൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും? ROയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ശരി, കുഴപ്പമില്ല. അപ്പം ഞാനിത് കംപ്ലൈന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 20-25 ദിവസത്തോളം എന്നെ 8 വട്ടം കറക്കി വരും. അങ്ങനെ ഇവരെനിക്ക് തന്നൊരു ലെറ്റർ, എന്റെ അച്ഛന്റെ പേരിലോട്ട് ലെറ്റർ വന്നു ഞാൻ കൊടുത്ത കംപ്ലൈന്റിന്. അതിന് ഇവർ പറഞ്ഞത് ജാമ്യം വെച്ചില്ല എന്ന്. ഞാൻ പറഞ്ഞു ജാമ്യം വെക്കണമെങ്കിൽ നിങ്ങൾ അത് പറയണം അല്ലേ? നിങ്ങളത് പറയാത്തടത്തോളം എനിക്ക് അങ്ങനെ മനസ്സിലാകും ജാമ്യം വേണമെന്ന്. രണ്ടാമത്തത് ഇവർ തന്ന റിപ്ലൈ എന്ന് വെച്ചാൽ 15,500 ഡിവിഡൻഡ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി എടുത്തെന്ന്. അങ്ങനെ ഡിവിഡൻഡ് നഷ്ടപ്പെടാതിരിക്കാൻ ഒരു കസ്റ്റമറിനോട് അങ്ങോട്ട് കയറി ഒരു കരുതൽ കാണിച്ച് എടുക്കാനുള്ള ഒരു അതോറിറ്റി ഒരു മാനേജറിനുണ്ടോ? ഇല്ല. ഞാനത് ചോദിച്ചു. എങ്ങനെ ഇവർക്ക് ഇത് ന്യായീകരിക്കാൻ പറ്റും ഒരു റിപ്ലൈയിൽ? ഞാനത് ചോദിച്ചു, ഈ ROയിൽ തന്നെ ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനതിൽ സാറ്റിസ്ഫൈഡ് അല്ല തന്ന റിപ്ലൈയിൽ. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഇത് കഴിഞ്ഞ അവിടെ ഞാൻ ഇവരുടെ ഹെഡിൽ തൃശ്ശൂർക്ക് ഞാൻ മെയിൽ അയച്ചു.
മെയിൽ അയച്ചു കഴിഞ്ഞപ്പോൾ അടുത്തൊരാഴ്ച എനിക്ക് കണ്ടിന്യൂസ് കോൾ ആയിരുന്നു മാനേജേഴ്സിന്റെ. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ എത്ര സമയം എടുക്കും? അത് ഒരാളിൽ 5 മാനേജേഴ്സ് ആണ് എന്നെ വിളിച്ചത്. ഒക്കെ റെക്കോർഡാണ് എന്റെ അടുത്ത്. ഞാൻ 5 പേർക്ക് ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ശ്രീകുമാർ ജനറൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ, ഈ പുള്ളി എനിക്കൊരു ലെറ്റർ അയച്ചു. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അത് തന്നെ എനിക്ക് മാനേജർ എന്താണ് അയച്ചത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് താഴെ അസിസ്റ്റന്റ് മാനേജർ പുള്ളിന്റെ പേരും പറഞ്ഞ് എനിക്ക് അയച്ചിരിക്കണം. ഇതാണ് ഇവിടെ നടന്നത്. ഇന്ന് വരെ ശരിക്കും പറഞ്ഞ എത്ര മാസമായി ശരിക്കും ശരൺ ഇതിന്റെ പുറകെ? 2024 ഒക്ടോബർ 19. ഒക്ടോബർ 19 മുതൽ ഈ നിമിഷം വരെ എനിക്ക് യാതൊരുവിധ നീതിയും ലഭിച്ചിട്ടില്ല. പിന്നെ ഇതിന്റെ ഈ ഒക്ടോബർ 19 ഞാൻ പോയ സമയത്ത് ഈ മാഡം ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്ത 2 കാര്യങ്ങൾ എനിക്ക് ഇൻട്രസ്റ്റ് തന്നില്ല. എന്റെ എഫ് ഡിന്ന് ഞാൻ അത് ക്യാഷ് എടുത്തു. ഈ എഫ് ഡിന്ന് ക്യാഷ് എടുത്തതിന്റെ പിന്നിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ 13,88,000 രൂപ എഫ് ഡി, 12,88,000 രൂപ എഫ് ഡിയിലുള്ളത്, ഇതിന് മൊത്തം ഇൻട്രസ്റ്റ് വരുന്നത് 9,200 പ്ലസ് ആണ്. ഇതിനകത്ത് 15,500 കുറയുമ്പോൾ അവർക്ക് അത്രയും പലിശ കുറച്ച് തന്നാൽ മതി. എനിക്ക് ഇൻട്രസ്റ്റ് കുറയും. ഏകദേശം ചെറിയ എമൗണ്ട് അല്ല, 113 രൂപയൊക്കെ ഉള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു എമൗണ്ട് ആണ്. ഞാൻ എങ്ങനെ 113 രൂപ ഞാൻ ഒഴിവാക്കാം? 113 into 12 എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം 1000 പുറത്തായി. എല്ലാത്തിലും ഉപരി ഇതൊരു വിശ്വാസ്യതയുടെ കാര്യമല്ലേ? അതെ, ഏറ്റവും വലിയ നമ്മുടെ ട്രസ്റ്റ് ആണ്. അവര് തന്നെ പറയുന്നുണ്ട് KSF എന്ന് പറഞ്ഞാൽ സുരക്ഷിതം, സുതാര്യം, ജനകീയം എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇത് മൂന്നും ഇവരുടെ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ശരിക്കും മാവൂർ ബ്രാഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ സുരക്ഷിതമല്ല. എപ്പോ വേണമെങ്കിലും നമ്മുടെ എഫ് ഡിന്ന് മാനേജർ തോന്നുന്ന പോലെ കാശ് എടുക്കും. തോന്നുന്ന പോലെ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. പിന്നെ മാനേജർ അതിന്റെ പേരിൽ അതിനുള്ളൊരു അധികാരം അവർക്കുണ്ടെന്ന് അവർ തന്നെ വിശ്വസിക്കും. ബാക്കി മാനേജർമാർ അവരിങ്ങനെ ന്യായീകരിക്കും. രണ്ടാമത് എന്താ പറഞ്ഞ സുരക്ഷിതമല്ല, സുതാര്യമല്ല, ഒട്ടും തന്നെ സുതാര്യമല്ല. കാശ് എവിടെ പോയിന്ന് പോലും അറിയില്ല. രണ്ടാമത് എന്താണ്? ജനകീയം. പിന്നെ പറയാൻ വേണ്ട. അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കണം. അതാണ് അവസ്ഥ അല്ലെ? ഇപ്പം ശരൺ പരാതികളുമായി കയറി ഇറങ്ങി അവിടെ നിന്നും നീതി ലഭിക്കാതെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. തീർച്ചയായും ഇത് എന്തിനാണ് ശരിക്കും? ശരൺ എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യത്തിന്റെ പേരിലാണ് ഞാൻ ശരണിനെ ഇപ്പോൾ ഈ സീറ്റിൽ എത്തിയിരിക്കുന്നത്. എന്നോട് പറഞ്ഞത് എന്റെ എമൗണ്ടോ എന്റെ സമയമോ അല്ല, അതിനുവേണ്ടി അല്ല ഞാൻ ഇതിന്റെ പുറകെ. എന്താണ് ആ ഉദ്ദേശം എന്ന് ജനങ്ങളോട് പറയാം. എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, എനിക്ക് നല്ല സാലറി ഉണ്ട്. എനിക്ക് നഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ ഒരു മാസം ഇൻട്രസ്റ്റും പിന്നെ എന്റെ എഫ് ഡിയിലെ 15,500 പിന്നെ അതിന്റെ ഇൻട്രസ്റ്റും അത് കിട്ടിയിട്ട് വേണ്ടി എനിക്ക് ജീവിക്കാൻ. പക്ഷെ ഇന്ന് ഈ കേസ് ഞാനിവിടെ ഒതുക്കി തീർക്കുകയാണെങ്കിൽ നാളെയും ഇത് അവിടെ ആവർത്തിക്കും. അവിടെ നിന്നല്ല, KSF എല്ലാ ബ്രാഞ്ചിലും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ എനിക്ക് വേണ്ടിയിട്ടല്ല ഫൈറ്റ് ചെയ്യുന്നത്. ഇനി ഒരാൾക്ക് ഇത് ഉണ്ടാകാൻ പാടില്ല. ഒരു ജനങ്ങൾക്കും അല്ലെങ്കിൽ ഒരു പൗരനും കേരളത്തിൽ അവർക്ക് ഉണ്ടാകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ എന്റെ വക്കീലിന്റെ അടുത്ത് പോയിട്ട് ലീഗൽ നോട്ടീസ് അയച്ചു. അത് പുള്ളിക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതൊക്കെ പുള്ളി കളക്ട് ചെയ്ത് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. 3 പേർക്കാണ് അയച്ചിരിക്കുന്നത്. ഒന്ന് KSF ഹെഡ് വരദരാജൻ, ബഹുമാനപ്പെട്ട വരദരാജൻ സാർ. രണ്ടാമത്തെ ആളാണ് നമ്മുടെ മാനേജർ, നമ്മുടെ ബഹുമാന്യപ്പെട്ട നമ്മുടെ മാനേജർ. മൂന്നാമത്തത് FD ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഒമേഗ. ഈ പുള്ളിക്കാരിയുടെ പേര് ഞാൻ ചേർക്കാൻ കാരണം FD ഡിപ്പാർട്ട്മെന്റിലാണ് പുള്ളിക്കാരി. ആ പുള്ളിക്കാരുടെ പെർമിഷൻ ഇല്ലാതെയും ചെയ്യില്ലല്ലോ, എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ പുള്ളിക്കാരുടെ പേര് ചേർക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. ഈ ഒക്ടോബർ 19 ഇതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി പോയപ്പം ഈ മേഡം എനിക്ക് തന്ന ഒരു പ്രോമിസ് ഉണ്ട്. ശരൺ, അത് പറ്റിപ്പോയതാണ്, ക്യാഷ് ഞങ്ങൾ തിരിച്ചുതരാം. 9,200 മീൻസ് കുറച്ച് ഫ്യൂ ഡേയ്സിൽ, അന്ന് അത്രയും സമയമായിട്ടില്ല, ഫ്യൂ ഡേയ്സിലെ ഇൻട്രസ്റ്റ് ആണ്, അത് തിരിച്ചുതരാം. പിന്നെ FD ഞങ്ങൾ എടുത്ത കാശിന് ഇൻട്രസ്റ്റും തിരിച്ചുതരാം. അപ്പൊ ഈ സ്റ്റാഫിനെ വിളിച്ച് പറയുന്നുണ്ട് ശരണിന്റെ ക്യാഷ് ഇങ്ങനെ ലോസ് ആയിട്ടുണ്ട്, അപ്പം നമുക്ക് തിരിച്ചു കൊടുക്കണമെന്ന്, അതിന്റെ പ്രൂഫ് ഒക്കെ എന്റെ അടുത്തുണ്ട്, തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ വോയിസ് ക്ലിപ്പ് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്, മാഡം ഞാനിപ്പോ ഇവിടെ ഉണ്ട്, എന്റെ പ്രസൻസിൽ തന്നെ മാഡം ഇത് ചെയ്യണം, ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളിത് മറക്കും. ഇല്ല ശരൺ, ഇപ്പൊ തന്നെ ചെയ്യാന്ന്. ഇപ്പഴാ പറയുന്നത് ഒക്ടോബർ 2024 19. ഇതിപ്പോ ഏകദേശം ഏപ്രിൽ 1st വീക്ക് കഴിഞ്ഞിരിക്കണം. ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ നമ്മുടെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്താണ് റിപ്ലൈ? പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിപ്ലൈ എന്ന് വെച്ചാൽ സർക്കാർ സ്ഥാപനമാണ്, കൂടുതൽ ഞാൻ പറയണ്ടല്ലോ, സർക്കാർ സ്ഥാപനമാണ്, അതുകൊണ്ട് പോലീസിനൊന്നും ചെയ്യാനില്ല, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ അത്രയും എന്റെ നാട്ടിൽ നിന്ന് സ്റ്റേഷൻ വരെ വന്നതിന്റെ എത്ര പ്രാവശ്യം ഞാൻ വന്നു പോയെന്നറിയും. ഇങ്ങനെയൊക്കെയാണ് അവിടെ നിന്ന് കിട്ടിയ റിപ്ലൈ. അങ്ങനെ ഞാനിപ്പോ ഇത് കൺസ്യൂമർ കോർട്ടിൽ തന്നെ ഞാൻ കൊടുക്കും. ഇത് ഒതുക്കി നിയമപരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും ഇത് ഒതുക്കി തീർക്കാൻ നോക്കണം. ഇത് ഒതുക്കി തീരില്ല, കാരണം തീരരുതല്ലോ, ഒരാളുടെ തീർന്നാൽ 10 പേർക്ക് ഇനി വരാനിരിക്കും. തീർച്ചയായും അതുകൊണ്ട് തീരരുത്, ഞാൻ തീർക്കയില്ല, ഇത് മുമ്പോട്ട് തന്നെ ഞാൻ കൊണ്ടുപോകും. പിന്നെ എന്റെ അടുത്തുള്ളത് ഇപ്പം ഞാനിപ്പം എന്റെ അടുത്ത് റെക്കോർഡുള്ള കാര്യം ഇപ്പൊ ഇവര് അറിഞ്ഞു കാണും. പക്ഷെ ഞാനൊരു റെക്കോർഡ് മാത്രമാണ് ഞാൻ പുറത്തു വിട്ടത്. ഈ FD ഒമേഗ എന്ന് പറയുന്ന ചേച്ചിയായിട്ട് സംസാരിക്കുന്ന ഓഡിയോ റെക്കോർഡ് ഉണ്ട് എന്റെ അടുത്ത്. പിന്നെ ഈ മാഡത്തിന്റെ വേറൊരു സ്റ്റാഫ്, എനിക്ക് പേര് ശരിക്കും അറിയാത്ത പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഡോക്യുമെന്റേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു ചേച്ചി, ആ ചേച്ചിയും ഞാനായിട്ട് സംസാരിക്കുന്ന ഓഡിയോ, ഇത് 3 മതി എന്റെ ഭാഗത്തുള്ള ന്യായം ശരിയാണെന്ന് അറിയാം. ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. KSF എന്ന സ്ഥാപനത്തിന്റെ വിശ്വാസ്യത എത്രത്തോളമാണെന്ന്, അവരുടെ ജനങ്ങളോടുള്ള പെരുമാറ്റം എങ്ങനെയാണെന്ന് നമ്മൾ അറിയാൻ വേണ്ടി തന്നെയാണ് ഇത് ഇവിടെ ടെലികാസ്റ്റ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്കും എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റായി അതും പങ്കുവയ്ക്കുക. ഇനി ജനങ്ങളെ അറിയിക്കേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് ഒപ്പീനിയന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊരു വേദി ഞങ്ങൾ ഒരുക്കി തരാം.